എന്താ ബ്രോ എന്റെ നമ്പർ ഗ്രൂപ്പിൽ ഇട്ടാൽ എന്നെ പിടിക്കാൻ പറ്റുമെന്നാണോ? പറ ബ്രോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഐ ആം ഓഫറിംഗ് യു 50K. എന്തിന്? ഫോർ TVA മെമ്പേഴ്സ്, ഡ്രക്കേഴ്സ് ഓർ വുമൺ കേസ്. ഐ നീഡ് പ്രൂഫ്. ബ്രോ യു തിങ്ക് ഐ എം സ്റ്റുപ്പിഡ്? അതൊക്കെ തരാം, ഈ അഡ്വാൻസ് കൊടുന്ന്. പ്രൂഫ് ദെൻ വൺ സെറ്റിൽമെന്റ്. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. എടാ സൗദി അറേബ്യയിലൊക്കെ കിടന്ന് നീ ഉണ്ടാക്കുന്ന കാശൊക്കെ ഈ 50,000 രൂപയൊക്കെ, എടാ നിനക്കൊന്നും നാണമില്ലടാ? നീ ഏതോ ഒരുത്തൻ ചോക്കി മോഡറേറ്റർ പയ്യന്മാർക്ക് വന്നിട്ടേ ടിവിയുടെ പെണ്ണേഴ്സിന്റെ പ്രൂഫ് വേണോ വന്നവന്. കഷ്ടം തന്നെ. ഇവനക്ക് എന്തിനു ജീവിക്കണം ഇങ്ങനെ? ഞാൻ ആലോചിക്കണ ചോക്കി, ഇവനൊക്കെ ആർക്ക് വേണ്ടിട്ട് ഇങ്ങനെ ജീവിക്കണം? 50,000 രൂപ തരാ കൊടുക്കാന്ന്. എനിക്ക് ടിക്കറ്റ് പൈസ ഇല്ലാത്ത പെണ്ണേഴ്സ് ഉണ്ടാക്കാൻ നിന്റെയൊക്കെ ജീവിതം ഉണ്ടല്ലോടാ. നിന്റെയൊക്കെ ജീവിതമാണ് ഭയങ്കര. ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. എടാ ഇവന്റെ ഇതെടുത്തങ്ങ് കാണിച്ചാലോ? നമ്പർ എടുത്തങ്ങ് കാണിച്ചാലോ? പിന്നെ കാണിച്ചു. നമ്പർ ഒന്നും അല്ല ഇത്, സൗദി അറേബ്യൻ നമ്പറാ ഇത്. +966. ഇത് സൗദി അറേബ്യൻ നമ്പറാ. അതല്ല അവന്റെ മറ്റേ സെക്കൻഡറി നമ്പർ ഞാൻ ഇവനെ ലൈവിൽ ഒന്ന് വിളിക്കട്ടെ. ഒരു മിനിറ്റ്. നീ എന്താ നീ പെണ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ പേടിപ്പിക്കണം? ആരെയാ പേടിപ്പിക്കണേ? നിനക്ക് ആ പേടിയുള്ളവന്മാരൊക്കെ ഉണ്ടാവും. എന്റെ അടുത്ത് ഇറക്കരുത്. ഒരു മിനിറ്റ്. ഞാൻ ഒന്ന് വിളിക്കട്ടെ കൈസ് ഇവനെ ലൈവില്. ഇല്ല വെയിറ്റ്. ഞാൻ ഈ നമ്പർ ആദ്യം ഒന്ന്, എടാ ഈ നമ്പർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തടാ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ ഗ്രൂപ്പില്. ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടാ ഒന്ന് നമ്പർ പെട്ടെന്ന് ഒന്ന് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടെ. ചില്ലറ. ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ്. ഇവ ഇവിടെ കണ്ടോണ്ടിരിക്കുവായിരിക്കും മിക്കവാറും. സിം ഊരി ഓടിയിട്ടുണ്ടാവേ. നീ നമ്പർ മാറ്റിക്കോടാ. നീ നമ്പർ മാറ്റിക്കോ. നിക്ക് ചെക്കിംഗ് ഫോൺ നമ്പർ. അങ്ങനെ ഒരു നമ്പർ ഇല്ലെന്നാണ് കാണിക്കുന്നത്. ഇവൻ തന്നെ, ആളിവൻ തന്നെ. SRK എന്നുള്ള പേര്. സൗദി പോയായിരുന്നല്ലേ? നീലന്റെ ഒരു സാധനം ഉണ്ട്. 50,000 റെഡിക്കേഷൻ കൊടുക്കണേ. ഞാൻ ബോട്ട് വെച്ചിരിക്കല്ലേ? ഇല്ലടാ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തടാ. ഞാൻ വിളിക്കാം. നമ്പർ റിവീൽ ചെയ്യണ്ട. പുതിയ സിം എടുക്കും ഇപ്പൊ. സെർവർ കയറാൻ പറ്റുന്നില്ല. എന്റെ കണക്ട് ചെയ്യാണല്ലോ. പക്ഷെ എന്റെ സ്റ്റക്ക് ആയിരിക്കുന്നു. അണ്ണ മോണ്ടാജി കയറി കേട്ടോ. മോണ്ടേജിലോ? ആരുടെ? മറ്റേ ഇന്നലെ മറ്റേ സെറ്റ് 30 അണ്ണൻ അടിച്ചില്ലായിരുന്നോ കറങ്ങുന്ന സമയത്ത്? അത് മോണ്ടേജ് ആക്കിയല്ലേ? ആകെ കിട്ടിയ 3 കില്ല, അതിലൊരു കില്ല ആഡ് ചെയ്തോട്ടോ. എനിക്ക് വിഷമമില്ല. വാറിലൂടെ ആകെ കിട്ടിയ 4 കില്ല, അതിലൊരെണ്ണം ആഡ് ചെയ്തോട്ടോ. കുഴപ്പമില്ല, സന്തോഷിക്കട്ടെ. അല്ല പിള്ളേരൊക്കെ സന്തോഷിക്കട്ടെ. മോണ്ടേജ് നമ്മുടെ ഒരാളല്ലോ. വേറെ ആരുടെ ചോദിച്ചേക്കുന്നു. വൺ ടൈം സെറ്റിൽമെന്റ് ബ്രോ. 50,000 രൂപ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. പകുതി പൈസ 27,000 രൂപ കാര്യം പറഞ്ഞുതരാം. 27,000 രൂപയ്ക്ക് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരാം. ഇവന്റെ ഒക്കെ മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കണേ നിങ്ങള്. ഇവന്മാർക്കൊക്കെ അറിയാം. നമ്മളെ സിറ്റിക്കകത്ത് ഒന്നും ചെയ്യാനില്ല ഇനി. മനസ്സിലായി? ഇവന്മാർക്ക് അറിയാം. എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഇറ്റാച്ചി ഞാൻ സൗദി അറേബ്യയില, നമ്പർ തന്നാ ഞാൻ ആളെ പിടിച്ചു തരാം. ആണല്ലേ? അവന് നമ്പർ കൊടുത്തേടാ. പുള്ളിക്ക് നമ്പർ കൊടുക്കും. കോക്കസ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ. എന്താണ് ഇവിടെ നടക്കുന്നത്? അളി അവൻ ഊമ്പിളി. കോക്കസ് ബ്രോ നമ്പർ അയച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വീഡിയോ സെർവർ ഡൗൺ ആണോ? ഇതെന്താ മൗണ്ടഡ് KVR? ഇത് 303/440 നിക്കുവാ. ചോദിച്ചോട്ടെ, ഈ വിശപ്പനിയുടെ ആദ്യത്തെ ഒരു സിംറ്റം എന്തുവാ? തൊണ്ട വയ്യ.
തൊണ്ടവേദന ഇല്ല. ഈകളെ നിനക്ക് എന്തോ ഡൗൺലോഡ് ആവത്? എനിക്ക് പുള്ളി മെസ്സേജ് അയച്ചടാ. ബ്രോ ഞാൻ സോറി, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അവന്മാർ ഇത് വീഡിയോ വരെ എത്തിക്കുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ പോലും കരുതിയില്ല. അതിനോ ഇതൊന്നും ഫണ്ണായിട്ട് ചെയ്യണ കാര്യമല്ല എന്ന് അറിയാം. അവന്മാരെ ഒന്ന് പ്രാങ്ക് ആക്കാൻ ചെയ്തതാണ്. ഐ എം റിയലി സോറി ബ്രോ. തിരിച്ച് ഞാനൊരു പ്രാങ്ക് തരട്ടെ ബ്രോയുടെ ഈ ഫോണില് ഗതികേട്, ഫോൺ ഓൺ ആക്കാൻ പോലും പറ്റാത്ത ഗതികേട്ടില് ഞാൻ ഇവന്മാര് വിളിച്ച് ഓരോരുത്തന്മാര് പറയും. ഞാൻ അങ്ങനെ പ്രാങ്ക് തരട്ടെ. ഫ്രഷ് സാധനം ബ്രോ ഗെറ്റ് എ ലൈഫ്. സീരിയസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഗെറ്റ് എ ലൈഫ്. എന്താ ബ്രോയുടെ പേര്? അൻസൽ. അവൻ ഒറിജിനൽ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചടാ, വേറെ നമ്പറിൽ നിന്ന്. ഇത് മറ്റേതിൽ തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് ഇന്ത്യൻ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച്. എന്തായാലും അവന്റെ നമ്പർ ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കിട്ടും അവന്റെ ഡീറ്റെയിൽസ്. ഇല്ല എനിക്ക് കയറാൻ പറ്റുന്നില്ല. സൗദി അറേബ്യയിലെ സൈബർ സെല്ലിന്റെ അണ്ണൻ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടോ. അത് കൊടുത്തോ അല്ല പബ്ലിക് ആക്കുന്നില്ല. പബ്ലിക് കയറാൻ പറ്റുന്നില്ല. നമ്പർ വേണമെങ്കിൽ 50,000 രൂപയ്ക്ക് ഞാൻ തരാം. ബ്രോ നല്ല നൈസ് പ്രാങ്ക്. ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ടോ കയ്യില്? ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ലൈവ് ആയിട്ട് നിന്നെ വിളിക്കാടാ. പെണ്ണേച്ച് ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചു. സിറ്റി കയറിക്കൊണ്ടിരിക്കുക. ലോഡിങ് കയറാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ കേസ്, അതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് ഈ പറയണത് പോലെ ലൈക്ക് അവർക്ക് തിരിച്ച് നമുക്ക് ഈ പറയണത് പോലെ എന്തെങ്കിലും തരണം. എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. ഒരുത്തൻ ഈ ഓൾറെഡി കണ്ടുപിടിച്ചതിന്റെ കാര്യം ഇവർക്ക് പിന്നെ അറിയണ്ട. അവൻ പിന്നെ എന്തോ ചെയ്തോട്ടെ, അവൻ ഓൾറെഡി പിന്നെ എടാ അവൻ അങ്ങനെയല്ലേ. ഇനി ഇതിലൊന്നും പെടാത്ത ഒരാളോടെ കൊണ്ട് പെടുത്തണം. എന്നാലൊരു സന്തോഷം കിട്ടും. ആ സന്തോഷത്തിനാണ് ഇവന്മാരെല്ലാം ഇരിക്കുന്നത്. മനസ്സിലായ? എടാ കേറാൻ പറ്റൂടാ, വെയിറ്റ് ചെയ്ത് റിസോഴ്സ് ഡൗൺലോഡ് ആവുന്നുണ്ട്. അത് ഡൗൺലോഡ് ആവുകയാണ്, മനസ്സിലായോ? അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ ഈഗിൾ ബ്രോയുടെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ സത്യമായിട്ട് ഈഗിൾ ബ്രോയുടെ ഗ്രൂപ്പിലുണ്ട്. എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ വേറെ ഒരു വിദേശമില്ല. കേൾക്കുന്നില്ല. അത് ഞാൻ സംസാരിച്ചോളാം. ഇത് കഴിയുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. അവന്റെ പ്രാങ്ക് ഞാൻ സംസാരിച്ചോളാം. ഇതാണ് പ്രാങ്ക്. ഇങ്ങനെയാണോ പറയണ? ഇതാണ് പ്രാങ്ക്. നീ എന്റെ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞ് നീ മറ്റേ ഇതാക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള ആരൊക്കെ എന്തൊക്കെ കിടന്ന് വിളിക്കണം. ഈകളെ മൈക്ക് ലീക്ക് ആയിരുന്നുണ്ടോ? നീ മണ്ടറാണോ? സൂപ്പർ. സിറ്റിയിലൊന്നും കേറിട്ടില്ലല്ലോ. സിറ്റിയിലെ അല്ല ഞാൻ വേറൊരു കാര്യോടെ അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യോടെ പറയാനുണ്ട് ഗൈസ്. വേറൊരു കാര്യോടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് റാംബോയുടെ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. റാംബോയുടെ ലൈവിനകത്ത് റാംബോ ഇങ്ങനെ വന്ന് പറയുവാണ് 50 ലക്ഷം രൂപയുടെ PR ഒരാൾക്കെതിരെ ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്നുണ്ട്. ഉടനെ മറ്റേ സ്കൂളിൽ പോകുന്ന കൊച്ചുവാണങ്ങൾ മറ്റേ വന്നിട്ട് ഈഗിൾ ഗെയിമിംഗ് ഈഗിളാണ് 50 ലക്ഷം രൂപയ്ക്ക്. ഞാനേ 50 ലക്ഷം രൂപ എന്റെ കൊച്ചിന് കൊടുക്കും. ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്താൻ ഞാൻ ഉപയോഗിക്കും. മനസ്സിലായി? അല്ലാതെ ഓൾറെഡി ഈ പെണ്ണേഴ്സിനും കഞ്ചാവ് കേസിനും ഒക്കെ പിടിച്ചവന് ഞാൻ 50 ലക്ഷം മുടക്കി എന്തിന് PR ചെയ്യണം? ഞാൻ എന്തിന് PR ചെയ്യണം? അത് റാംബോ അതിനകത്ത് പറയുന്നുണ്ട്. എന്നാലും ചാറ്റിലെ മറ്റേ കൊച്ചു ഫുണ്ടുകൾക്ക് മറ്റേ ഞാനാണ്. എനിക്ക് ഓളമല്ലേ മറ്റേ വഴിയെ പോണ അച്ചിപ്പട്ടികൾക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ മുടക്കാൻ. എന്റെ തലയ്ക്ക് ഓളം ആണല്ലോ. നമുക്ക് നിനക്കൊക്കെ എന്താടാ? നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് അവന്മാരുണ്ട് ഗൈസ്. ഇത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളോടുള്ള ഇഷ്ടക്കേട്.
നമ്മളോടുള്ള ഇഷ്ടക്കേട് നമ്മുടെ സിറ്റിയിൽ പലപ്പോഴും അവന്മാർ സപ്പോർട്ട് ചെയ്ത ഗ്യാങ്ങുകൾക്ക് അടി മേടിച്ച് നമ്മുടെ തൂറി എന്റെ ഫ്രസ്ട്രേഷൻ നമുക്കെതിരെ ആര് വരുന്നു അവരെ സപ്പോർട്ട് ചെയ്യാം. അതാണ് അവന്മാരുടെ ഇത്, മനസ്സിലായി? അല്ലാതെ വേറൊന്നും അല്ല. നീയൊക്കെ ആദ്യം പോയി നിന്റെയൊക്കെ കേസൊക്കെ സോൾവ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയുള്ളവരുടെ 50 ലക്ഷം രൂപയ്ക്ക് നിന്റെ ചണ്ണന്മാരുടെ മറ്റേ PR കൊടുക്കാൻ. എനിക്കതല്ലേ എനിക്ക് ജോലി. ഞാൻ കഷ്ടപ്പെട്ട് ജോക്കി കേരളത്തിലെ ഏതോ ഒരു ഇൻഫ്ലുവൻസർ 50 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നോണ്ടാണ് അവർക്ക് ഹെയ്റ്റ് കിട്ടുന്നതെന്ന് മറ്റേ പുള്ളിക്ക്. നല്ലത് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ ഹെയ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട്. വട്ടുണ്ടോ ആർക്കെങ്കിലും തലക്ക്? ചിന്തിക്കടാ. വെറുത്ത് ഒരുത്തം വന്ന് ഫീഡ് ചെയ്തിരുന്ന് വിശ്വസിക്കാതെ. ക്യാൻസൽ ആക്കല. ഡൗൺലോഡ് 50 ലക്ഷം സർവർ കേറാൻ പറ്റും. ആദ്യം ബ്രാവോ ഒന്ന് സംസാരിക്കട്ടെ. എന്തുവാ കേറുന്നേന്ന് പറയണം. എന്ത് കേറാണ് ശരത്തേട്ടാ? ഈ 300